ശതാവരി കുടുംബത്തിൽപ്പെടുന്ന ഒരു ജനപ്രിയ ഇൻഡോർ സസ്യമാണ് ഡ്രാക്കീന ഫ്രാഗ്രൻസ്. സാധാരണയായി കോൺ പ്ലാന്റ് അല്ലെങ്കിൽ കോർൺസ്റ്റാക്ക് ഡ്രാക്കീന എന്നറിയപ്പെടുന്നു. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇതിന്റെ ജന്മദേശം. ഈ പ്ലാന്റ് അതിന്റെ ആകർഷകമായ ഇലകളും താരതമ്യേന കുറഞ്ഞ പരിചരണവും മതിയാകുന്ന ഒരു ചെടിയാണ്. ഈ കുടുംബത്തിൽ ഇതുപോലുള്ള അനേകം ചെടികൾ ഉണ്ട്. അതിലൊരിനത്തെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി അതുകൂടി കാണുക. ഇത് വീടുകൾക്കും ഓഫീസുകൾക്കും മറ്റു ഇൻഡോർ ഇടങ്ങൾക്കും അനുയോജ്യമായ ഒരു ചെടിയാണ്. ചോളച്ചെടി കുത്തനെയുള്ള വളർച്ചയും നീണ്ട ഇലകളുമുള്ള ചെടിക്ക് ചോളത്തണ്ടിനോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ പേര് വന്നത്. കോൺസ്റ്റോക്ക് ഡ്രാക്കീന ഈ പേര് ചെടിയുടെ ചോളത്തണ്ടിന്റെ രൂപത്തെ സൂചിപ്പിക്കുന്നു. ഹാപ്പി പ്ലാന്റ് ഈ പേര് ചെടിയുടെ പരിപാലനം താരതമ്യേന എളുപ്പമുള്ളതും ഇൻഡോർ പരിതസ്ഥിതിയിൽ വളരാനുള്ള കഴിവും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പ്ലാന്റ് ഉടമകളുടെ സന്തോഷത്തിന് കാരണമാകുന്നു. ഫാൾസ് ഈന്തപ്പന പോലെയുള്ള രൂപം കാരണം ഡ്രാക്കീന ചെടികളെ ചിലപ്പോൾ ഫാൾസ് പാം എന്ന് വിളിക്കാറുണ്ട്. മസാഞ്ചേന ഡ്രാക്കീന ഈ പൊതുനാമം പ്രത്യേകമായി ഡ്രാസീന ഫ്രാഗ്രാൻസിന്റെ ഏറ്റവും ജനപ്രിയമായ ഇനങ്ങളിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നു. അതിൽ മധ്യഭാഗത്ത് മഞ്ഞ വരെയുള്ള ഇലകളുണ്ട്. ഈ ഇനത്തിന്റെ മുഴുവൻ ബൊട്ടാണിക്കൽ നാമം ഡ്രാക്കീന ഫ്രാഗ്രൻസ് മസാങ്കേന എന്നാണ്. ഈ ചെടിയുടെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് അറിയുന്നതിനു മുമ്പ് എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കാതിരിക്കുക. ലീഫ്ടെക് മെഡിലൈഫ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാക്കീന ചെടിയുടെ ഇലകൾ നീളമുള്ളതും മെലിഞ്ഞതും കുന്താകൃതിയിലുള്ളതുമാണ്. അവയ്ക്ക് 2 അടിയോ അതിൽ കൂടുതലോ നീളത്തിൽ വളരാൻ കഴിയും. കൂടാതെ മഞ്ഞ അല്ലെങ്കിൽ ക്രീം സ്ട്രൈപ്പുകൾ പോലെയുള്ള വ്യത്യാസങ്ങളുള്ള ഒരു വ്യതിരിക്തമായ പച്ച നിറമുണ്ട്. അതുപോലെ ഈ ചെടി നിവർന്നു വളരുന്നു. ഒരു ചൂരൽ അല്ലെങ്കിൽ തുമ്പിക്കയോട് സാമ്യമുള്ള ഒറ്റത്തടി തണ്ടിന്റെ മുകളിൽ നിന്ന് ഇലകൾ ഉയർന്നു വരുന്നു. ഇത് ഈ ചെടിയുടെ ഭംഗി കൂട്ടുന്നു. വൈവിധ്യവും പരിചരണവും അനുസരിച്ച് ഡ്രാക്കീന ചെടിക്ക് 4 അടി മുതൽ 10 അടി വരെ ഉയരത്തിൽ എത്താൻ കഴിയും. നനയ്ക്കുന്നതിന് മുമ്പ് മണ്ണിന്റെ മുകളിലെ 1 ഇഞ്ചോ 2 ഇഞ്ചോ ആഴത്തിൽ ഉണങ്ങാൻ അനുവദിക്കുക. അമിതമായി നനയ്ക്കുന്നത് വേരുചീയലിന് കാരണമാകും. അതിനാൽ നനയ്ക്കുന്നതിനിടയിൽ മണ്ണ് വരണ്ടതാക്കേണ്ടത് പ്രധാനമാണ്. ഈ പ്ലാന്റ് ഉയർന്ന ആർദ്രതയെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഈ ചെടിക്ക് ഇൻഡോർ ഈർപ്പവുമായി നന്നായി പൊരുത്തപ്പെടാൻ കഴിയും. 60 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 75 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ശരാശരി മുറിയിലെ ഊഷ്മാവിൽ ഡ്രാക്കീന ഫ്രാഗ്രൻസ് തഴച്ചു വളരുന്നു. അതിശൈത്യവും പെട്ടെന്നുള്ള താപനില വ്യതിയാനങ്ങളും ഈ ചെടിക്ക് താങ്ങാനാകില്ല. ചെടിക്ക് നല്ല നീർവാർച്ചയുള്ള കൃത്യമായ അളവിനെ അടിസ്ഥാനമാക്കിയുള്ള പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുക. പൊടി നീക്കം ചെയ്യാനും വൃത്തിയായി സൂക്ഷിക്കാനും ഇലകൾ പതിവായി തുടയ്ക്കുക. ചെടിയുടെ രൂപം നിലനിർത്താൻ ഉണങ്ങിയതോ മഞ്ഞ നിറമുള്ളതോ ആയ ഇലകൾ വെട്ടിമാറ്റുക. പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രാക്കീന ഫ്രാഗ്രൻസ് അകത്താക്കിയാൽ അത് വളർത്തുമൃഗങ്ങളിൽ നേരിയ തോതിൽ വിഷാംശം കാണിക്കുന്നതാണ്. വീടിനുള്ളിലും ഓഫീസ് മുറികളിലുമൊക്കെ ഗംഭീരമായൊരു ചാരുത പകരാൻ കഴിയുന്ന വൈവിധ്യമാർന്നതും ആകർഷകവുമായ ഒരു സസ്യമാണ് ഡ്രാക്കീന ഫ്രാഗ്രൻസ്.
ശരിയായി ശ്രദ്ധിച്ചാൽ അത് വർഷങ്ങളോളം നിങ്ങളുടെ പരിതസ്ഥിതിയിൽ തഴച്ചുവളരാനും അവിടമാകെ സൗന്ദര്യം കൊണ്ടുവരാനും ഈ ചെടിക്ക് കഴിയും. ഡ്രാക്കീന ഫ്രാഗ്രൻസിന് മറ്റു ചില ഗുണങ്ങളും ഉണ്ട്. അവയിൽ പ്രധാനമായും ഫോർമൽഡിഹൈഡ്, ബെൻസീൻ, xylene തുടങ്ങിയ മലിന വസ്തുക്കളെ ആഗിരണം ചെയ്ത് ഇൻഡോർ വായു ശുദ്ധീകരിക്കാൻ ഡ്രാക്കീന ഫ്രാഗ്രൻസ് സഹായിക്കുന്നു. ഇത് ഇൻഡോർ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഡ്രാക്കീനയുടെ സമൃദ്ധമായ പച്ചനിറത്തിലുള്ള ഇലകൾ പ്രകൃതിയുടെ സ്പർശം നൽകുന്നു. ഇത് ശാന്തവും കുളിർമയും ഉള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഒരു പ്രാഥമിക ഹ്യൂമിഡിഫയർ അല്ലെങ്കിലും ഈ ചെടിയുടെ സാന്നിധ്യം ഈർപ്പത്തിന്റെ നേരിയ വർധനവിന് കാരണമാകും. ഇത് ഇൻഡോർ സുഖത്തിന് ഗുണം ചെയ്യും. ഡ്രാക്കീന ഫ്രാഗ്രൻസ് വീടിനുള്ളിൽ വളർത്തുന്നത് സമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും ക്ഷേമത്തിനും കാരണമാകുന്നു. അതുപോലെ സൗണ്ട് പ്രൂഫിംഗ് പരിഹാരമല്ലെങ്കിലും ആംബിയന്റ് ശബ്ദം കുറയ്ക്കാനും കൂടുതൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പ്ലാന്റിന് കഴിയും. ഡ്രാക്കീന ഫ്രാഗ്രാൻസിന് കുറഞ്ഞ പരിചരണം ആവശ്യമാണ്. ഇത് തിരക്കുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ പുതിയ ചെടികളുടെ പരിപാലനത്തിനായി കൂടുതൽ സമയം ആവശ്യമുള്ളവർക്കും അനുയോജ്യമായ ചെടിയാണ്. ഇത് വീടുകൾക്കും ഓഫീസുകൾക്കും പരിമിതമായ വെളിച്ചമുള്ള ഇടങ്ങൾക്കും അനുയോജ്യമായൊരു ചെടിയാണ്. വിദ്യാഭ്യാസ കാലത്ത് ചെടികളുടെ വളർച്ചയെയും പരിചരണത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക ഉപകരണമായി ഡ്രാക്കീന ഫ്രാഗ്രൻസ് ഉപയോഗിച്ചു വരുന്നു. ഫ്രാഗ്രൻസ് പോലുള്ള ഇൻഡോർ സസ്യങ്ങൾക്ക് ജോലിസ്ഥലങ്ങളിൽ ശ്രദ്ധയും സർഗാത്മകതയും മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെടിയുടെ ഗുണങ്ങൾ ആസ്വദിക്കുന്നത് നിങ്ങളുടെ ഡ്രാക്കീന ചെടികൾക്ക് ശരിയായ പരിചരണവും ശ്രദ്ധയും ശരിയായ അന്തരീക്ഷവും നൽകുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഡ്രാക്കീന ഫ്രാഗ്രൻസ് പ്രാഥമികമായി അതിന്റെ സൗന്ദര്യാത്മകവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾക്ക് പേരുകേട്ടതാണെങ്കിലും സാധാരണയായി മനുഷ്യർക്ക് നേരിട്ട് ആരോഗ്യ ആനുകൂല്യങ്ങളുള്ള ഒരു സസ്യമായി ഇതിനെ കണക്കാക്കപ്പെടുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഔഷധ ഗുണങ്ങൾക്കായി പ്രത്യേകം കൃഷി ചെയ്യുന്ന മറ്റു ചില സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രാക്കീന ഫ്രാഗ്രാൻസിന് ഹെർബൽ മെഡിസിനിൽ പരമ്പരാഗത ഉപയോഗത്തിന് കാര്യമായ ചരിത്രം ഒന്നുമില്ല എന്നുള്ളതും ശ്രദ്ധാർഹമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ പരിതസ്ഥിതിയിൽ ഡ്രാക്കീന ചെടികൾ ഉള്ളത് ആരോഗ്യകരമായ ചില ജീവിതശൈലിക്ക് പരോക്ഷ മാർഗങ്ങളാണ്. പ്രകൃതിയോടും പച്ചപ്പിനോടുമുള്ള സമ്പർക്കം വീടിനുള്ളിൽ പോലും മാനസികാവസ്ഥയിലും മാനസികാരോഗ്യത്തിലും നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. ഡ്രാക്കീന ചെടികൾക്ക് കൂടുതൽ സുഖകരവും ഉന്മേഷദായകവുമായ അന്തരീക്ഷം നൽകാനാകും. ഡ്രാക്കീന ഫ്രാഗ്രൻസ് പോലുള്ള സസ്യങ്ങളിലൂടെ പ്രകൃതിയെ ഇൻഡോർ സ്പേസുകളിൽ ഉൾപ്പെടുത്തുന്നത് ബയോഫീലിയ എന്ന ആശയവുമായി യോജിക്കുന്നു. ഇത് മനുഷ്യർക്ക് പ്രകൃതിയോട് സഹജമായ അടുപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള ഈ ബന്ധം മാനസിക ക്ഷേമത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുകൂടി അറിയുക. ഡ്രാക്കീന ഫ്രാഗ്രൻസ് ഉൾപ്പെടെയുള്ള ഇൻഡോർ സസ്യങ്ങളെ പരിപാലിക്കുന്നത് ശ്രദ്ധയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേട്ടവും സംതൃപ്തിയും ഒരു ചികിത്സാ ഹോബിയും നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാന കാര്യം, ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഇത്തരം ചെടികൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് സ്വന്തം ശരീരത്തിലോ മറ്റുള്ളവരുടെ ശരീരത്തിലോ പ്രയോഗിക്കുന്നതിനു മുമ്പ് മെച്ചപ്പെട്ട ഉപദേശത്തിനായി എല്ലായ്പ്പോഴും അടുത്തുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ഫേസ്ബുക്കിൽ ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല ചെടിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് ആൻഡ് 73s.